ഷാഫി ഉടൻ തന്നെ സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. 5 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് എല്ലാവരും അവരുടെ ചേരകളിൽ ഇരിക്കണം. ഷാഫി 2 നിമിഷത്തിനകം തന്നെ സ്റ്റേജിലേക്ക് വരും. അദ്ദേഹം തന്നെ ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കും. ഷാഫി ഉടൻ തന്നെ സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. 5 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് എല്ലാവരും അവരുടെ ചേരകളിൽ ഇരിക്കണം. ഷാഫി 2 നിമിഷത്തിനകം തന്നെ സ്റ്റേജിലേക്ക് വരും. അദ്ദേഹം തന്നെ ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കും. ഞങ്ങൾ പിഷാരടിയെ അങ്ങ് മൂക്കിൽ വലിക്കും. രാഹുൽ ഇല്ലാത്ത പാലക്കാട് ഞങ്ങള് BJPക്ക് വോട്ട് ചെയ്യും. കണ്ണു തുറയെ കണ്ടോളടോ. അവിടെ അത് ഷാഫിയുടെ തട്ടകമാണ്. അയാൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പാലക്കാട്ടൻ ജനതയ്ക്ക് തള്ളി മാറ്റാൻ കഴിയില്ല, അല്ലേ? പിഷാരടി വന്നു, ഒരു തീയിട്ടു പാലക്കാട്. ആ തീയിലേക്ക് ഷാഫി വന്നിട്ട് കുറച്ച് മണ്ണെണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാ. എന്തിനാ? ആ തീ ഒന്ന് ആളിക്കത്താൻ വേണ്ടിയിട്ട്. ഇതാണ് ഇപ്പോഴോ പാലക്കാടിൻ്റെ അവസ്ഥ. രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങള് മൂക്കിൽ വലിക്കും. ആരാ പറയുന്നത്? നല്ല 1-ാം തരം പിണറായി വിജയന്റെ തീട്ടം നക്കുന്ന അടിമകള്, അല്ലേ? ആ അടിമകൾ അതങ്ങനെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. എന്താ ലക്ഷ്യം? ജനങ്ങളുടെ മനസ്സുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണം. എന്നാലോ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇവരുടെ തീട്ടം നക്കുന്ന ബുദ്ധി പോരാ എന്നുള്ളത് ഈ അന്തംഗമി അടിമകൾക്ക് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ? ഒന്നും അറിയില്ല താനും. അവിടെ ഷാഫി ഉണ്ട്. ഇപ്പോ കേരളത്തില് പാലക്കാട് മാത്രമല്ല കേട്ടോ ഷാഫി ഉള്ളത്. ഷാഫി പാലക്കാടുണ്ട്, ഒറ്റപ്പാലത്തുണ്ട്, കോഴിക്കോടുണ്ട്, കൊയിലാണ്ടിയിലുണ്ട്, വടകരയിലുണ്ട്, നാദാപുരത്തുണ്ട്, പേരാമ്പ്രയിലുണ്ട്, ബാലുശ്ശേരിയിലുണ്ട്, കണ്ണൂരുണ്ട്, തലശ്ശേരിയുണ്ട്, കൂത്തുപറമ്പുണ്ട്, തൃക്കരിപ്പൂരുണ്ട്, മഞ്ചേശ്വരത്തുണ്ട്, കാസർഗോഡുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഷാഫി ഉണ്ട്. എന്താ കാര്യം? കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന അവസരത്തിലെ ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റാർ ക്യാമ്പയിനർ അത് ഷാഫി പറമ്പിലാണ്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ 24 അവേഴ്സും അവർക്ക് അവരുടെ കൂടെ ഷാഫി വേണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷേ ഷാഫി ആവട്ടെ ഓടടാ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക്, പാലക്കാട് നിന്ന് കാസർകോട്ടേക്ക്, കാസർഗോഡ് നിന്ന് കണ്ണൂരേക്ക്, കണ്ണൂരിൽ നിന്ന് വീണ്ടും കോഴിക്കോട്ടേക്ക്. ഇങ്ങനെ ഓടടാ ഓട്ടം. ഓരോ കേന്ദ്രങ്ങളിലും 1000-ങ്ങൾ 10,000-ങ്ങൾ തിങ്ങി നിറയുകയാ ഷാഫിക്ക് വേണ്ടി, ഷാഫി എത്താൻ വേണ്ടി, ഷാഫിയുടെ വാക്കുകൾക്ക് വേണ്ടി. ആ വാക്കുകളെ ഈ ജനത തള്ളിക്കളയില്ല എന്ന് ഉറപ്പുള്ള രീതിയിലുള്ള ദൃശ്യങ്ങളാ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പാലക്കാട് 2-ാം റൗണ്ട് ഷാഫി എത്തിയിരിക്കുന്നു. ഷാഫി എല്ലാ ദിവസവും എല്ലായിടത്തും എത്തുമെന്നാണ്. എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത്രയും ടൈറ്റ് ഷെഡ്യൂളുകളിലൂടെയാണ് ഷാഫി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണവുമുണ്ട്. കാരണം ഷാഫിയുടെ വാക്കുകൾ ജനം തട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് സ്റ്റാർ ക്യാമ്പയിനറായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് പരിപാടി തുടങ്ങി, കൺവെൻഷൻ തുടങ്ങി, റോഡ് ഷോ തുടങ്ങുമ്പോൾ അതിനിടയിലേക്ക് ഒരു ആരവമായിട്ട്, ഒരാവേശമായിട്ട് ഷാഫി പറമ്പിൽ വന്നു കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഷാഫി പാലക്കാടുമുണ്ട്. രാഹുലിനെ പാലക്കാട് എത്തിച്ച അതേ ഷാഫി, രാഹുലിന് 18,806 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ കഠിനാധ്വാനം ചെയ്ത ഷാഫി, രാപ്പകലില്ലാതെ ഓടി നടന്ന് പാലക്കാടിന്റെ ഓരോ മുക്കും മൂലയും കയറി ഇറങ്ങിയ ഷാഫി അവസാനം പെട്ടി തുറന്ന് എണ്ണിയപ്പോ 18,806 വോട്ടിന് ഷാഫിക്കൊന്ന് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നിൽ നിന്നും വിളിച്ചിട്ട് അവിടെ നിന്നാ മതിയടോ എന്ന് പിരായിരിയിലെ പ്രാന്തനോട് പറഞ്ഞിട്ട് അവനെ അടിച്ച് മൂലക്കിരുത്തി 3-ാം സ്ഥാനത്തേക്ക് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ
പാലക്കാട് വിജയം, പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർന്ന ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സമ്മാനിച്ച ഷാഫി രണ്ടാമതൊരു വരവ് കൂടി പാലക്കാട്ട് എത്തിയിരിക്കുന്നു പിഷാരടിക്ക് വേണ്ടിയിട്ട്. എല്ലാവരും പറയുന്നത് എന്താ? ഷാഫിയുടെ നോമിനിയാണ് ആര്? പിഷാരടി. രാഹുൽ വന്നപ്പോഴും എന്താ പറഞ്ഞേ? ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ. എന്തിനു വേണ്ടിയിട്ടാണ് നോമിനികളെ നിർത്തുന്നത്? അത് ഷാഫി പറമ്പിലിന് പാലക്കാട്ടേക്ക് തിരിച്ചെത്താൻ. രാഹുൽ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇത് ഉപതെരഞ്ഞെടുപ്പിൽ 1.5 വർഷത്തെ കാലാവധിയേ ഉള്ളൂ. ആ 1.5 വർഷക്കാലം ഷാഫിയുടെ നോമിനി അവിടെ ഉണ്ടാവാൻ വേണ്ടിയാണ് രാഹുലിനെ ഇറക്കിയത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് വീണ്ടും പാലക്കാട്ടേക്ക് തിരിച്ചെത്തും. രാഹുലിന് പകരം പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിക്കും എന്നൊക്കെയായിരുന്നു പ്രചരണങ്ങൾ. എന്നാലോ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാലക്കാട് മറ്റൊരു സ്ഥാനാർത്ഥി വന്നു. അപ്പോഴും പറയാണ് രമേശ് പിഷാരടി ഷാഫിയുടെ നോമിനിയാണ്. മാത്രവുമല്ല ഷാഫിക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴിയാണ് ഈ പറയുന്ന പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത്, പിഷാരടിയെ നോമിനിയാക്കിയത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു വാചകം കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിഷാരടി രാജിവെക്കും, എന്നിട്ട് ഷാഫി പറമ്പിൽ വീണ്ടും മത്സരിക്കും. ഇത്രമാത്രം ഷാഫിയെ എന്തിനാണോ നിങ്ങൾ ഇത്രമാത്രം ഭയപ്പെടുന്നത്? നിങ്ങളുടെ മുട്ടിടിക്കുന്നുണ്ടോ? ഷാഫി പറമ്പിൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നിക്കറിൽ നിങ്ങൾ മുള്ളിപ്പോകുന്നുണ്ടോ? ഷാഫിക്ക് തിരിച്ചു വരാനായിരുന്നെങ്കിൽ അയാൾക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടെന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥലം, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അയാൾക്ക് തിരിച്ചെത്താമായിരുന്നു. മറിച്ച് അയാൾ ഒരു സ്ഥാനാർത്ഥിയാകുന്നതിലും കൂടുതൽ അയാൾ പ്രാധാന്യം നൽകിയത് തനിക്ക് കഴിയുന്ന പ്രചരണങ്ങളുടെ ഭാഗമായിട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥികളെ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാഫി ഇങ്ങനെ ഓടുകയാണ്. പാലക്കാട്ടുണ്ട്, ഒറ്റപ്പാലത്തുണ്ട്, കൊയിലാണ്ടിയിലുണ്ട്, ബാലുശ്ശേരിയിലുണ്ട്, പേരാമ്പ്രയിലുണ്ട്, വടകരയിലുണ്ട്, കുറ്റ്യാടിയുണ്ട്, നാദാപുരത്തുണ്ട്, കൂത്തുപറമ്പുണ്ട്, തലശ്ശേരിയിലുണ്ട്. അങ്ങനെ വേണ്ട എല്ലാ ഇടങ്ങളിലും ഷാഫി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടടാ ഓട്ടം. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക്, ഒരു റോഡ് ഷോയിൽ നിന്ന് മറ്റൊരു റോഡ് ഷോയിലേക്ക് ഓടി 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 അയാൾ UDFിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചരണമാണ്. അപ്പോൾ ഇന്നലെ പാലക്കാട് വീണ്ടും രണ്ടാമതൊരു വരവ് കൂടി വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക. ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെയും ചില ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? പിഷാരടി തോക്കും, സീറ്റ് BJPക്ക്. പറയുന്ന ആളാരാ? നല്ല ഒന്നാം തരം സൈബർ അടിമ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഇവരിത് പാലക്കാട് ജീവിതത്തിൽ ഒരു തവണ പോലും പാലക്കാട് കാണാത്ത ആളുകളായി വർത്തമാനം പറയുന്നതെന്ന് ഓർക്കണം. അവരിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഈ കാലിനിടയിലിട്ട് കോലിട്ട് തിരിക്കുന്ന ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിലൊരു സുഖമാണ് അവർക്ക്. എന്നാൽ പാലക്കാടിൻ്റെ പൾസ് എന്താണ്, പാലക്കാടിൻ്റെ ഗ്രൗണ്ട് എന്താണ് എന്ന് മനസ്സിലാക്കാത്ത മന്ദബുദ്ധികളായിട്ടുള്ള അടിമകളായിട്ടുള്ള പിണറായി വിജയൻ്റെ തീർത്തും നക്കുന്ന അടിമകളാണ് ഈ ചിലക്കുന്നതും പേപ്പട്ടി കുരക്കും പോലെ കുരച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പിഷാരടി അങ്ങ് തോറ്റു. എപ്പോൾ? നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് പിഷാരടിയെ തോൽപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. മെയ് 4 റിസൾട്ട് എണ്ണുമ്പോൾ പാലക്കാട്ട് നിന്ന് 5 അക്കം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷത്തെ മറികടക്കുന്നതോ അല്ലെങ്കിൽ അതിനോട് ഒപ്പം വരുന്നതോ ആയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനായി പാലക്കാട്ട് വന്നിറങ്ങിയ പിഷാരടി വിജയിച്ച് കയറുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും വേണ്ട. അപ്പം ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അങ്ങനെ പറഞ്ഞ് വെല്ലുവിളിച്ച് വീരവാദങ്ങൾ പറഞ്ഞ് പേപ്പട്ടി കുരക്കും പോലെ കുരച്ചിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന കുറേ എണ്ണമുണ്ട്. അവരിതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്തിനാ? അത് കാണുമ്പോൾ ഒന്ന് കുരുപൊട്ടും. ആ കുരുപൊട്ടൽ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഷാഫിയുണ്ട്, പാലക്കാടുമുണ്ട്. പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ ഷാഫിയുണ്ട്. 140 മണ്ഡലങ്ങളിലും എത്തണം എന്നുള്ളതാണ് അയാളുടെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടോ?
പ്രചരണത്തിനുള്ള സമയം വളരെ ചുരുങ്ങിയ സമയമാണ്. ആ സമയത്തിനുള്ളിൽ ഈ 140 മണ്ഡലങ്ങളിലും അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതറിയില്ല. എന്താണെങ്കിലും ഈ മലബാർ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട്, പാലക്കാട് നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം അത് ഷാഫിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കാരണം വി.ഡി. സതീശൻ മത്സരിക്കുന്നുണ്ട്, സണ്ണി ജോസഫ് മത്സരിക്കുന്നുണ്ട്, അതുപോലെ രമേശ് ചെന്നിത്തല മത്സരിക്കുന്നുണ്ട്, പ്രമുഖരായ എല്ലാവരും മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ മത്സരിക്കുന്ന ആളുകൾക്ക് പ്രചരണത്തിന് എത്തുക എന്ന് പറയുന്നത് ഒരു ഭാരിച്ച ചുമതലയാണ്. ആ ഭാരം ഒന്ന് കുറക്കാൻ വേണ്ടി പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഇത്രയും ഇടങ്ങൾ ഷാഫി പറമ്പിലിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാ. വെറുതെ ഏൽപ്പിച്ചതല്ല. കാരണം ഒരു കാര്യം വ്യക്ത, രാഹുലിനെ 18,806 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയ ഷാഫി, വടകരയിൽ കെ ശൈലജയെ 1,14,506 വോട്ടിന് തറ പറ്റിച്ച ഷാഫി. ശൈലജ ഇന്നലെയും ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലല്ല, ഉണർവിൽ തന്നെയാ. ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കണ്ണടച്ചാൽ ശൈലജയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം വടകരയുടെ മണ്ണിലേക്ക് ഷാഫി പറമ്പിൽ പാലക്കാട്ട് നിന്ന് വന്നിറങ്ങിയ ഒരു ദൃശ്യമുണ്ട്. ആ അതിങ്ങനെ കാണുമ്പോൾ ശൈലജ വിചാരിക്കുക, ഇനി ഈ കുരിപ്പ് പേരാവൂരിലും വന്നിറങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താകും എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ശൈലജയ്ക്ക് ഒരു പിടുത്തവും ലഭിക്കുന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഷാഫിയുണ്ട്, ഷാഫി പാലക്കാടുമുണ്ട്. അത് പറയാനാ ഞാൻ വന്നേ. അതുകൊണ്ട് ഞങ്ങൾ പിശാരടി അങ്ങ് മൂക്കിൽ വലിക്കും എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ പിശാരടിയെ വലിക്കുവാനുള്ള മൂക്കിൻ്റെ ദ്വാരമൊന്നും നിങ്ങൾക്കില്ല മക്കളെ. അതിന് മാത്രം നിങ്ങളായിട്ടില്ല. നിങ്ങൾ രാജാവിൻ്റെ കുണ്ടിയിൽ നിന്ന് വരുന്ന തീട്ടം നക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. അതിന് മാത്രമേ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്.